ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ നിധിക്കുട്ടിക്ക് ഇപ്പോൾ 8 months കംപ്ലീറ്റ് ആകുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോഷൂട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഇതൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. വലിയ പ്ലാൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഇത്രയും നാൾ കറക്റ്റ് ചെയ്ത് വന്നതുകൊണ്ട് ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ വീഡിയോ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായില്ല ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ പറയണം. കുഞ്ഞിപ്പെണ്ണിന് ഇഷ്ടമുള്ള ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിധിക്കുട്ടി അമ്മ ഹായ്. ദിദി കടിക്കല്ലേ. ഇപ്പോൾ കരച്ചിൽ കാണിച്ചു തരാം കേട്ടോ ഗേസ്. ഇതാ കരച്ചിൽ നിന്നു എണിച്ച് നിൽക്ക്, എണിപ്പിച്ച് നിൽക്ക്, എണിച്ച് നിൽക്ക് നോക്കട്ടെ. കരച്ചിൽ എത്തുന്നു, ഇതാ കൊടുക്കുന്നു, കരച്ചിൽ നിൽക്കുന്നു. കള്ളക്കരച്ചിലാണ്, കണ്ണിൽ വെള്ളം വരാത്ത കരച്ചിലാണ്. ഇതാ കണ്ടോ കരച്ചിൽ നിന്നത് കണ്ടോ ഗേസ്. അപ്പൊ വീഡിയോ കാണാം. അപ്പൊ എന്നെ ഈ കളിപ്പാട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് വെച്ചിട്ട് കളിച്ചോട്ടെ. അപ്പോൾ നമ്മൾ കുഞ്ഞിപ്പെണ്ണിന്റെ ഫോട്ടോഷൂട്ട് എടുക്കാൻ പോവാണ്. ചെറിയൊരു ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഐഡിയ കേട്ടോ. ജസ്റ്റ് ഷാൾ വെച്ച് ഷാൾ, ഓറഞ്ച് ഷാളും ഗ്രീൻ ഷാളും. അപ്പോൾ നമ്മൾ കുഞ്ഞിപ്പെണ്ണ് ഇവിടെ കിടത്താൻ വേണ്ടി പോവാണ്. ഇതാ കുഞ്ഞിപ്പെണ്ണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആളെങ്ങനെയാണെന്നൊന്നും അറിയില്ല, കരച്ചിലൊക്കെയാണ് ഗേസ്. എന്താണിത് കിടക്കാൻ നമിച്ച് നിധിക്കുട്ടി. ഇതാ കരച്ചിലൊക്കെ മാറി ഇപ്പൊ ചിരി തുടങ്ങിയിട്ടുണ്ട്. നാക്കൊക്കെ നീട്ടി ഇന്നമ്മനെ പേടിപ്പിക്കുകയാണ് നിധിക്കുട്ടി. ഇപ്പൊ നിധിക്കുട്ടി സെറ്റ് ആയിട്ടുണ്ട്. ഇത്ര സമയം കരച്ചിലായിരുന്നു കുഞ്ഞുമണി, ഇത്ര സമയം കച്ചിലായിരുന്നു. ഇപ്പൊ ഹാപ്പി ആയിട്ടുണ്ട്. നമ്മുടെ നിധിക്കുട്ടിയുടെ ഫോട്ടോഷൂട്ട് നടത്താന്ന് പറഞ്ഞ് വിചാരിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ വന്നപ്പോൾ അതാ ഒരാളിവിടെ ഈ ബനിയനിട്ട് അതിന് മേലെ ഷർട്ടൊക്കെ ഇട്ടിട്ട് കിടക്കുകയാണ്. അപ്പൊ നമ്മുടെ നിധിക്കുട്ടിനെ കരച്ചിലൊക്കെ വിട്ടിട്ട് ഓക്കെ ആയിട്ടുണ്ട്. കിടന്നോളെ അമ്മ, വരൂ. നിധിക്കുട്ടി തലമുടി പിടിച്ച് വലിക്കണു കുഞ്ഞാട്ടന്റെ. ഓന്റെ അമ്മേ പിടിച്ച് വലിക്കുന്ന കണ്ടോ. കുറുമ്പി കുട്ടിയാണ് കുറുമ്പി. കുറുമ്പി ആരും ഏട്ടന്റെ മുടി പിടിച്ച് വെച്ചിട്ട് വേദനിച്ചും വിടാൻ വിടാൻ ആരാ പിച്ചിനത്. നോക്കാമോ നിധിയേ, നിധി പാവം കുഞ്ഞേട്ടെ. നിധിക്കുട്ടി, നിധി പാവല്ലേ കുഞ്ഞേട്ട. ഇത് പാവം തന്നെ മിണ്ടാതെ നിന്ന് കൊടുക്കണ കുഞ്ഞേട്ടനെ കണ്ട ചിരിച്ചിട്ട്. കുരുതിക്കുട്ടി. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ അവിടെ കിടത്താൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണത് അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ പഴയ പോലെയൊന്നുമല്ല കുഞ്ഞിപ്പെണ്ണ്. ഇങ്ങനെ മിണ്ടാതെ കാരണം കമഴാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ മലത്തിൽ കിടത്തിയാൾ ആളങ്ങനെ കിടക്കാറില്ല. അപ്പോൾ കുറേ കളിപ്പാട്ടൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏട്ടന്മാരും സുന്ദരിച്ചും അമ്മയും ഞാനും എല്ലാം ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴേക്കും ആളായി എട്ടിനെയൊക്കെ പിടിച്ച് ശരിയാക്കി. അങ്ങനെ അത് മൊത്തം വീണ്ടും ഞങ്ങളത് ഒന്നും കൂടി സെറ്റ് ചെയ്തൊക്കെ എടുത്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പഴയ പോലെ നമുക്കങ്ങനെ ഫോട്ടോ കിട്ടണമെന്ന് വിചാരിച്ച് നടക്കില്ല. കുറേ പേര് ചോദിക്കുന്ന കുഞ്ഞിൻ്റെ ഫോട്ടോ ഇപ്പം എടുക്കുന്നത് എന്താണെന്ന്. ഓരോ സ്റ്റേജിലും ഓരോ ഫോട്ടോയും നമുക്ക് എടുക്കാൻ പറ്റുമോ. കാരണം ഇപ്പം നമ്മൾ വിചാരിക്കും കമന്ന് കിടന്നിട്ട് എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി വലുതായ കമന്ന് കിടക്കില്ല. അപ്പോൾ അങ്ങനെ മയിൽപ്പീലിയൊക്കെ കാണിച്ച് കുഞ്ഞിപ്പെണ്ണിനെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേസ്. അപ്പോൾ കുറുമ്പും കുസൃതിയും എല്ലാം കാണാം. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഇപ്പോൾ നോക്കിയാൽ എട്ടിൽ പിടിച്ച് വലിക്കലാണ് മെയിൻ പണി കുഞ്ഞിപ്പെണ്ണിൻ്റെ കേട്ടോ. ഇപ്പോൾ 10:30 ആയിരിക്കുകയാണ്. തെച്ചിക്കുട്ടി തൊട്ടിയിലിരിക്കുകയാണ്. ഹായ് പറയൂ. ഹായ്. ഇതാ കുഞ്ഞിപ്പെണ്ണ് ഇതാ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ്ടോ ഉറക്കമൊന്നുമില്ല. അപ്പം മൂന്നാൾക്കും ഉറക്കമില്ല. അപ്പോൾ അമ്മ അതാ അവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. അമ്മ അതാ അവിടെ കിടക്കുന്നുണ്ട്. ഇവർക്ക് 12 മണിക്ക് ഉറങ്ങിയാലും മെല്ലെ അടിച്ചാൽ മതി. അമ്മയ്ക്ക് അങ്ങനെയല്ലല്ലോ.
ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഞങ്ങൾ മെല്ലെ എഴുന്നേക്കില്ല പാവ അമ്മ നേരത്തെ എൻ്റെ മോനും പിന്നെ 8, 7, 7 അയ്യോ 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 ഓക്കെ തക്കാളി വെക്കാൻ നമുക്ക് അയ്യോ വെക്കാം നമുക്ക് വഴുതിരിക്കത്തെ കുത്തിയിട്ടുണ്ടേ എൻ്റെ അവൻ വരുമോ ആരാണ് അച്ഛൻ്റെ മൂക്കിലൊക്കെ പിടിച്ച് വലിക്കും ഇത് കിട്ടി അപ്പോ മാന്തി പൊളിച്ചു മാന്തി അയ്യോ എന്ത് മാന്തലറിയാം അയ്യോ മുഖത്തൊക്കെ മാന്തി ചൊകര വരും പിടിച്ച് ദേഷ്യം കൂടുതലാണ് എനിക്ക് അയ്യോ അയ്യോ അപ്പോൾ നമുക്ക് കിട്ടിയ കുറച്ച് ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഏത് ഫോട്ടോയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത് പറയണേ. ആദ്യം നമ്മുടെ കുറുമ്പന്തിച്ചുള്ള കിടന്നത്, അപ്പോൾ കുറുമ്പന്തിച്ചിൻ്റെ ഫോട്ടോ തന്നെ ആദ്യം ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഇതാ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത മാസം എന്താ അവസ്ഥ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം എടുക്കാൻ നിൽക്കുമൊന്നും നമുക്കറിയാൻ പറ്റില്ല ഗേസ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇഷ്ടമായില്ല ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായം പറയുക. ഇവിടെ ചെയ്യണമെന്ന് നോക്കാം. നമ്മുടെ കുഞ്ഞിപ്പെണ്ണും അമ്മയും അച്ഛനും കൂടി. അച്ഛൻ ഇവിടെ പയറ് നട്ടിട്ടുണ്ട്, അപ്പം അതിന് ഇതൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതി എന്താ അപ്പൊ ചെയ്യണേ? നാരിത്തിരി കൈ കൊടുക്കുന്നത് പയറ് വെച്ചത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അച്ഛൻ. ഇതെന്താണ് പയറൊക്കെ ചുറ്റും ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കൈ കൊണ്ട് പിച്ചത് 2 കൈ കൊണ്ട് സഹായിക്ക് എടുക്ക്. ഇതെവിടെ നിർത്തി? അച്ഛൻ്റെ അടുത്ത് നിർത്തി. കർഷക കുഞ്ഞിപ്പെണ്ണ് അപ്പൂപ്പനെ സഹായിക്കുകയാണ്. വേണ്ടാന്ന് എനിക്ക് സഹായിക്കാനൊന്നും പറ്റൂല, വേണമെങ്കിൽ അപ്പൂപ്പൻ ചെയ്തോന്ന്. അച്ഛൻ അങ്ങനെ കെട്ടി പടർത്തി വിട്ടിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ വിട്ടാ ഞാൻ ഇറങ്ങി ഓടേ, ഞാൻ ഓടേ അമ്മ. എങ്ങനെ ഓടുക എൻ്റെ മകൻ? നിധിയേ നിധി നിന്നെ വരെ തല പിടിച്ച് വലിക്കുന്നുണ്ട. കിട്ടിയാ എന്തിട മുത്തേ എന്നോട് തലയെ പിടിച്ച് വലിക്കുന്ന കല്ലിപ്പേനെ എന്തിനാടാ മുത്തേ?